സർക്കാരിന്റെ ഭാരത് അരി പാലക്കാട് ജില്ലയിൽ വിതരണം തുടങ്ങി. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് അരി വിതരണം. കിലോയ്ക്ക് 29 രൂപയ്ക്കാണ് ഭാരത് അരി ജനങ്ങളിലേക്ക് എത്തുന്നത്. സപ്ലൈകോ 24 രൂപയ്ക്ക് കൊടുത്തിരുന്ന അതേ അരിയാണ് 29 രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്ത കേന്ദ്ര സർക്കാർ ശിക്ഷിക്കുന്നതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. ഭാരതരി നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, 23.5 രൂപയ്ക്ക് കൊടുത്തിരുന്ന അരിയാണ് നമ്മൾ 29 രൂപയ്ക്ക് മലയാളി വാങ്ങാൻ നിർബന്ധിതമാകുന്നത്. സപ്ലൈകോ FCIയിൽ നിന്ന് കൃത്യമായും ആ ടെൻഡർ നടപടിയിൽ പങ്കെടുത്ത് ഈ കഴിഞ്ഞ നാൾ വരെയും അരി വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ റേറ്റിൽ. അതേ FCIയിൽ നിന്നാണ് ഭാരതരി മാർക്കറ്റിലേക്ക് വരുന്നത്. ഒരു ക്വാളിറ്റി വ്യത്യാസവും വരുന്നില്ല, അതേ അരിയാണ്. അപ്പോൾ അത് 29 രൂപയ്ക്ക് ജനങ്ങൾക്ക് കൊടുത്ത് ശിക്ഷിക്കണമോ? അത് BJP ഗവൺമെന്റ് ആലോചിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. എന്നാൽ ആ അരി തന്നെ സപ്ലൈകോ വഴി കേരളത്തിൽ കൊടുത്താൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അരി എന്ന് പറഞ്ഞാൽ വല്ല വിഷമമുണ്ടോ? അത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസമല്ലേ? അപ്പോൾ ഭാരതരി യഥാർത്ഥത്തിൽ കേരളത്തിന് പ്രയോജനകരമാവുന്ന ഒരവസ്ഥയല്ല. ഇക്ബാൽ അറക്കൽ പാലക്കാട്ട് നിന്ന് തത്സമയം. ഇക്ബാൽ, തൃശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഭാരത് അരി എത്തുകയാണ്. അതോടൊപ്പം സപ്ലൈകോയിൽ 24 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരിക്ക് 29ഉം 30ഉം ആകുന്നു. സബ്സിഡിയിൽ മാറ്റം വരുമ്പോഴെന്ന പ്രഖ്യാപനവും വരുന്ന ഒരു ഘട്ടമാണ്. എങ്ങനെയാണ് അരി വിതരണത്തോടുള്ള പാലക്കാട്? മണിക്കാണ് പാലക്കാട് ഭാരത് അരിയുടെ വിതരണം ആരംഭിക്കുക എന്ന അറിയിപ്പ് നൽകിയിരുന്നത്. എന്നാൽ 8 മണിയോടുകൂടി തന്നെ നിരവധി ആളുകളാണ് ഈ ഒരു അരി വാങ്ങാൻ വേണ്ടി വിതരണം നടന്നിരുന്ന ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയത്. 10 മണിയോടുകൂടി തന്നെ BJPയുടെ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ അരി വിതരണം ആരംഭിച്ചത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറാണ് ഈ അരി വിതരണം ഉദ്ഘാടനം ചെയ്തത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു അരി വാങ്ങാൻ വേണ്ടി ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തിയത്. ആളുകൾ മുഴുവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വിപണിയിൽ 35 മുതൽ 40 രൂപ വരെ വില വരുന്ന അരി 29 രൂപയ്ക്ക് നൽകുമ്പോൾ അത് വാങ്ങുന്നത് തങ്ങൾക്ക് ലാഭമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും ആളുകൾ അവിടേക്ക് എത്തിയത്. നിരവധി ആളുകൾ അവിടേക്ക് എത്തി അരി വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾക്ക് അരി ലഭിക്കാതെ മടങ്ങിപ്പോകുന്ന കാര്യം ഉണ്ടായിരുന്നു. കാരണം 1000 ചാക്ക് അരി മാത്രമാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ വിതരണത്തിന് എത്തിച്ചിരുന്നത്. NCCFന്റെ കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി ആയിട്ടുള്ള NCCFന്റെ നേതൃത്വത്തിലാണ് അരി വിതരണത്തിന് എത്തിച്ചിരുന്നത്. 10 കിലോയുടെ 1000 ചാക്കുകൾ അരിയാണ് ഇന്ന് പാലക്കാട്ടേക്ക് എത്തിച്ചത്. പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ, 1000-ലധികം ആളുകൾ ഇവിടേക്ക് വന്നതുകൊണ്ട് തന്നെ വന്ന ആളുകൾക്ക് മുഴുവൻ അരി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും വരും ദിവസങ്ങളിലും ജില്ലയുടെ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലും അരി വിതരണം നടത്തുമെന്നാണ് NCCFന്റെ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അരി വിതരണം ആരംഭിക്കുമെന്നും NCCFന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. സുജയ. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. ഗവർണർ